സായി അഞ്ജലി ഭാഗം 16. അനുരാധ വീണ്ടും വിളിക്കുന്നത് കണ്ട് സായ് കോൾ കട്ട് ചെയ്തു. എന്നിട്ട് ഹലോ അനുരാധ, ഐ ആം ഇൻ എ മീറ്റിംഗ്, ഐ വിൽ കോൾ യു ലേറ്റർ, ഇഫ് എനി അർജൻറ്റ് പ്ലീസ് മെസ്സേജ് മീ എന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് സായ് അനുരാധയ്ക്ക് അയച്ചു. ഓക്കെ എന്ന് അനുരാധ സായിക്ക് മറുപടി അയച്ചു. മോളെ അഞ്ജലി, ഇവിടെ എൻ്റെ അടുത്തേക്ക് വായോ. അച്ചമ്മ അഞ്ജലിയെ അടുത്തേക്ക് വിളിച്ചു. മുരളി സന്തോഷത്തോടെ അഞ്ജലിയെ നോക്കി. സായ് ഫോൺ പോക്കറ്റിൽ വെച്ച് അഞ്ജലിയെ നോക്കി പുഞ്ചിരിച്ചു. അഞ്ജലി അച്ചമ്മയുടെ അരികിൽ പോയിരുന്നു. എൻ്റെ മോൾക്ക് ഞങ്ങളെയൊക്കെ ഇഷ്ടമായോ? അഞ്ജലിയെ ചേർത്തു പിടിച്ച് അച്ചമ്മ ചോദിച്ചു. തീർച്ചയായും അച്ചമ്മേ, എനിക്ക് എല്ലാവരെയും ഇഷ്ടമായി. എൻ്റെ കുട്ടിയെ അച്ചമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമായി. ദേവിയുടെ അനുഗ്രഹമുള്ള കുട്ടികളാണ് നിങ്ങൾ. ദൈവം കൂട്ടിച്ചേർത്തതാണ് നിങ്ങളെ. അതാണ് അമ്പലത്തിൽ വെച്ച് അങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്നും എൻ്റെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അഞ്ജലിയുടെ നെറുകയിൽ അച്ചമ്മ ചുംബിച്ചു. ആ രംഗം ഭാസ്കർ സന്തോഷത്തോടെ നോക്കിയിരുന്നു. മോളെ, ഇതാണ് സായിയുടെ അച്ഛൻ. ഭാസ്കർ മുരളിയെ ചൂണ്ടി അഞ്ജലിയോട് പറഞ്ഞു. നമസ്കാരം അച്ഛാ, അഞ്ജലി പറഞ്ഞു. അപ്പോഴേക്കും സുമലതയും മാധവിയും മധുര പലഹാരങ്ങളും ചായയും ജ്യൂസും എല്ലാം എടുത്ത് അവരുടെ മുന്നിൽ വെച്ചു. മോളെ, ഇതെല്ലാവർക്കും എടുത്തു കൊടുക്കൂ, മാധവി അഞ്ജലിയോട് പറഞ്ഞു. അഞ്ജലി അതെല്ലാം എല്ലാവർക്കും എടുത്തു കൊടുത്തു. ജ്യൂസ് എടുത്ത് സായിക്ക് കൊടുത്തതും സായ് അഞ്ജലിയെ നോക്കി കണ്ണടിച്ചു. പെട്ടെന്നുള്ള സായിയുടെ ആ പ്രവൃത്തിയിൽ അഞ്ജലി ഒന്ന് ചൂളിപ്പോയി. മോളിപ്പോൾ BEd അല്ലേ പഠിക്കുന്നത്? മുരളി ചോദിച്ചു. അതെ അച്ഛാ, അഞ്ജലി പറഞ്ഞു. മോളുടെ കരിയറിനെ പറ്റിയും മോളുടെ തീരുമാനങ്ങളെ പറ്റിയുമൊക്കെ സായ് പറഞ്ഞു. ഇങ്ങനെയാവണം ഓരോ പെൺകുട്ടികളും. തൻ്റെ അധ്വാനം കൊണ്ട് മാത്രം ഒരു ലേബൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ള മോളുടെ ആ തീരുമാനം എനിക്ക് വല്ലാതെ ഇഷ്ടമായി. മക്കളെ ഇങ്ങനെ വളർത്തണം. മകളെ ഇങ്ങനെ വളർത്തിയതിൽ അഞ്ജലിയുടെ അച്ഛനും അമ്മയ്ക്കുമാണ് ആ ക്രെഡിറ്റ്സ്. പഠനത്തോടൊപ്പം മോൾ ഒരു ജോലി കൂടി ചെയ്യുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് മോളോടുള്ള റെസ്പെക്റ്റ് കൂടി. കല്യാണം കഴിഞ്ഞാലും മോൾക്ക് ഇഷ്ടമുള്ള ഏത് ജോലിയും ചെയ്യാം, അതിലൊന്നും യാതൊരു കുറച്ചിലുകളും കാണരുത് എന്ന് പറഞ്ഞ്. മോളി പൂക്കച്ചവടം തുടങ്ങിയിട്ട് എത്ര നാളായി? മുരളി ചോദിച്ചു. അത് അച്ചമ്മയുടെ പൂക്കടയാണ്. പൂക്കൾ ഒരുപാട് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അച്ചമ്മയുടെ കൂടെ പോയിരിക്കും, അത്രയേ ഉള്ളൂ, അഞ്ജലി പറഞ്ഞു. ആ പൂക്കട എൻ്റെ അമ്മയുടെയാണ്. അമ്മ ആ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എന്നെയും എൻ്റെ സഹോദരിയെയും വളർത്തിയത്. ഞാൻ പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടിയപ്പോൾ അമ്മയോട് ഒരുപാട് വട്ടം പറഞ്ഞു ഇനി അമ്മ ജോലിക്കൊന്നും പോകണ്ട എന്ന്. പക്ഷേ ആ കടയുമായി അമ്മയ്ക്ക് വല്ലാത്തൊരു ആത്മബന്ധമാണ്. അമ്മ പറയുന്നത് അമ്മ മരിക്കുവോളം ആ കട തുടർന്ന് നടത്തണമെന്നാണ്. അമ്മയുടെ ആഗ്രഹമല്ലേ, ഞാൻ എതിരൊന്നും പറഞ്ഞില്ല. ഒഴിവുള്ളപ്പോഴൊക്കെ അഞ്ജലിയും അച്ചമ്മയുടെ കൂടെ പോയിരിക്കും, ഭാസ്കർ പറഞ്ഞു. അപ്പോൾ അമ്മ എവിടെ? ഇപ്പോൾ കടയിലാണോ? സുമലത ചോദിച്ചു. അമ്മയും എൻ്റെ മൂന്നാമത്തെ മകൾ പാർവതിയും കൂടി എൻ്റെ സഹോദരിയുടെ വീട്ടിൽ പോയിരിക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞേ വരൂ. അതുകൊണ്ടാണ് ഇപ്പോൾ കടയിൽ അഞ്ജലി മാത്രമായത്. ഓ, അഞ്ജലിക്ക് എത്ര സഹോദരങ്ങളാണുള്ളത്? ചോദിക്കാൻ മറന്നുപോയി, മുരളി ചോദിച്ചു. 3 മക്കളാണ്. മൂത്തവൾ കല്യാണം കഴിഞ്ഞു, ദുബായിലാണ്. അവളുടെ ഭർത്താവ് ഡോക്ടറാണ്. ആ ഹോസ്പിറ്റലിൽ തന്നെ അവൾ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തേതാണ് അഞ്ജലി, ഒടുവിലത്തെ പാർവതി. അവൾ ഡിഗ്രിക്ക് പഠിക്കുന്നു. എന്നാൽ അമ്മയും കൂടി വരട്ടെ, എന്നിട്ട് ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അല്ലേ? മുരളി ഭാസ്കറിനോട് ചോദിച്ചു. ആ, അങ്ങനെയാവട്ടെ. അമ്മ വന്നതിന് ശേഷം ഞങ്ങൾ പറയാം. എന്നാൽ ഇനി ഞങ്ങൾ ഇറങ്ങട്ടെ. അമ്മയൊക്കെ ഉള്ളപ്പോൾ ഒരു ദിവസം വരാം. നിങ്ങളെല്ലാവരും കൂടി ഒരു ദിവസം അങ്ങോട്ട് വരൂ. സായിയുടെ കുടുംബം അഞ്ജലിയുടെ കുടുംബത്തെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചതിന് ശേഷം അവർ അഞ്ജലിയുടെ കുടുംബത്തോട് യാത്ര പറഞ്ഞ് ഇറങ്ങിയതും അയ്യോ, അഞ്ജലി ചേച്ചിയുടെ നമ്പർ ചോദിക്കാൻ മറന്നു എന്ന് പറഞ്ഞ് മഹിമ അഞ്ജലിയോട് ഫോൺ നമ്പർ ചോദിച്ചു. സായ് കേൾക്കെ അഞ്ജലി അവളുടെ നമ്പർ മഹിമയ്ക്ക് പറഞ്ഞു കൊടുത്തു. സായ് മനസ്സിൽ ആ നമ്പർ സേവ് ചെയ്തു. എന്നിട്ട് അഞ്ജലിയെ നോക്കി ഒരു പുഞ്ചിരിയോടെ താങ്ക്സ് എന്ന് പതിയെ പറഞ്ഞു. സായും കുടുംബവും പോകുന്നത് അഞ്ജലി നോക്കി നിന്നു. മഹിമയുടെ ഫോൺ റിങ് ചെയ്തത് കേട്ട് മഹിമ ഫോൺ എടുത്തു നോക്കി. അമ്മ, അനുചേച്ചിയാണ്. നമുക്ക് അഞ്ജലി ചേച്ചിയുടെ കാര്യം പറഞ്ഞാലോ? മഹിമ ചോദിച്ചു. ഇപ്പോൾ പറയണ്ട. അഞ്ജലിയുടെ അച്ചമ്മയൊക്കെ വന്ന് കാര്യങ്ങളെല്ലാം തീരുമാനിച്ച ശേഷം നമുക്ക് കുടുംബങ്ങളോട് പറയാം, അച്ചമ്മ പറഞ്ഞു. നീ വേഗം കോൾ അറ്റൻഡ് ചെയ്യ്.
അഞ്ജലിയുടെ വീട്ടിലിരുന്നപ്പോൾ എന്നെയും വിളിച്ചിരുന്നു. എന്തെങ്കിലും എമർജൻസി ആയിരിക്കും. ഡ്രൈവിങ്ങിനിടെ സായി പറഞ്ഞു. മഹിമ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അനുചേച്ചി. അവർ സംസാരിച്ചതിന് ശേഷം മഹിമ കോൾ കട്ട് ചെയ്തു. ഏട്ടാ, ഇവിടെ MBA ചെയ്യുന്ന കോളേജുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് അയക്കാൻ പറയാനാണ് അനുചേച്ചി വിളിച്ചത്. ഇവിടെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ വീക്കാണത്രേ. ഇന്ന് തന്നെ ഡീറ്റെയിൽസ് എടുത്ത് അയക്കാൻ ചേച്ചി പറഞ്ഞിട്ടുണ്ട്, മഹിമ പറഞ്ഞു. ഓക്കെ, സായി പറഞ്ഞു. അച്ഛാ, നക്ഷത്ര കോളേജിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുമോ? MBAക്ക് അവിടെ സീറ്റ് ഉണ്ടോ എന്ന്. അതാവുമ്പോൾ അനുരാധയ്ക്ക് ഹോസ്റ്റലിൽ പോയി നിൽക്കേണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നിന്ന് പഠിക്കാലോ, സായി പറഞ്ഞു. ഞാൻ ഇന്ന് തന്നെ പോയി അന്വേഷിക്കാം. കുറച്ച് കഴിഞ്ഞതും അവർ വീട്ടിലെത്തി. സായിയുടെ ഓഫീസിൽ. ആനന്ദേ, ഇപ്പോൾ കുറച്ച് ദിവസമായി നമ്മുടെ സാർക്കൊരു ചെറിയ മാറ്റമില്ലേ? നിനക്കെന്തെങ്കിലും സംശയം തോന്നുന്നുണ്ടോ? ഓഫീസിലെ സ്റ്റാഫായ സാന്ദ്ര ചോദിച്ചു. സാറിന് ഇനി വല്ല പ്രേമവുമായിരിക്കുമോ? പൂക്കൾ വാങ്ങി വയ്ക്കുന്നു, ഡ്രസ്സിങ് സ്റ്റൈലിൽ മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ഇൻസ്റ്റാ പിക്ക് കണ്ടില്ലേ? മുണ്ടും ഷർട്ടുമൊക്കെ ഇട്ട് കിടു ഒരു ഫോട്ടോ. കലക്കിയിട്ടുണ്ട്. ആൾ കുറച്ച് റൊമാൻസ് ആയിട്ടുണ്ടോ എന്നൊരു സംശയമില്ലാതില്ല. ആനന്ദ്, സാന്ദ്ര, നിങ്ങൾ അറിഞ്ഞോ എന്ന് ചോദിച്ചുകൊണ്ട് ഷോപ്പിൽ നിന്നും ഡോണ അവരുടെ അടുത്തേക്ക് ഓടി വന്നു. എന്താ കാര്യം? ഡോണയുടെ ആവേശം കണ്ട് ആകുലതയോടെ ആനന്ദ് ചോദിച്ചു. ആനന്ദ്, നമ്മുടെ സായി സാറിനൊരു പ്രേമം, ഡോണ കിതച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സംശയം വെറുതെ ആയില്ല, ആനന്ദ് ഒരു ചിരിയോടെ പറഞ്ഞു. നീ ഇതെങ്ങനെ അറിഞ്ഞു? സാന്ദ്ര ചോദിച്ചു. നമ്മുടെ ഷോപ്പിൽ നിൽക്കുന്ന വർഷയില്ലേ, അവളാണ് എന്നോടിത് പറഞ്ഞത്. ആരോടും പറയരുതെന്ന് പ്രത്യേകം പറഞ്ഞതാ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാതെ സമാധാനം കിട്ടണ്ടേ. നിങ്ങളിത് ആരോടും പറയല്ലേട്ടോ, ഡോണ പറഞ്ഞു. അല്ല, കക്ഷി ആരെന്നറിഞ്ഞോ? സാന്ദ്ര ചോദിച്ചു. അഞ്ജലി എന്നാണ് പേര്. കൂടുതൽ വിവരങ്ങൾ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ HR എന്നെ വിളിച്ചു. വൈകിട്ട് പറയാമെന്നാണ് വർഷ പറഞ്ഞത്. ഏത് ബിസിനസ് മാഗ്നറ്റിൻ്റെ മകളാണാവോ? ഇവരോടൊപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിംപിൾ പറഞ്ഞു. അസൂയ തോന്നിയിട്ട് കാര്യമില്ല മോളെ, സാന്ദ്ര പറഞ്ഞു. ഹേ, എനിക്കെന്താ അസൂയ? ഞാൻ കാര്യം പറഞ്ഞപ്പോൾ അത് അസൂയ. സാധാരണ ഒരു പെൺകുട്ടിയെ സാറ് കല്യാണം കഴിക്കുമോ? പണമുള്ളവരെയല്ലേ ഇവർക്കൊക്കെ പറ്റൂ. പണത്തിൻ്റെ തൂക്കം ആർക്കാണോ കൂടുതൽ അവരെ കല്യാണം കഴിക്കും. അല്ലാതെ ഇവർക്കൊക്കെ എന്താ ആത്മാർത്ഥ പ്രണയം, ഡിംപിൾ പറഞ്ഞു. അത് ഡിംപിൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ, അതാണ്. പതിയെ ഡിംപിളിന് മനസ്സിലാകും സാർ ആരാണെന്നും എന്താണെന്നുമൊക്കെ. പിന്നെ സാറിൻ്റെ പണം കണ്ട് പ്രേമിക്കുന്നവരെ സായി സാറിന് കണ്ണെടുത്താൽ കണ്ടൂടാ. അവർ ഇനി എന്ത് അഭിനയിച്ചാലും സാറിന് മനസ്സിലാകും, അർത്ഥം വെച്ചുകൊണ്ട് ആനന്ദ് പറഞ്ഞു. ആരോടോ പണം കണ്ടിട്ട് സ്നേഹിച്ചത്? വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ തന്നെ പണം തട്ടിയെടുത്തോ? ഇല്ലല്ലോ. ഡോണ ആനന്ദിന് നേരെ ദേഷ്യപ്പെട്ടു. അതൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം. സാറിൻ്റെ പണം കണ്ടിട്ട് ആരാണ് പിന്നാലെ നടന്നതെന്ന്. ഒരുത്തനെ പ്രേമിച്ച് അവൻ്റെ ഒക്കെ പിഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ സായി സാറിനെയാണ് നോട്ടം. അത് കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ സാറിൻ്റെ മേലെ ഒരു കുറ്റാരോപണം. അനാവശ്യം പറഞ്ഞാൽ ആനന്ദേ, താൻ വിവരം അറിയും. ആനന്ദും ഡിംപിളും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് ഓരോന്നും പറയാൻ തുടങ്ങിയതും. ഹേ ആനന്ദ്, ഡിംപിൾ, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ഇതൊരു ഓഫീസാണ്, പ്ലീസ്. മര്യാദയ്ക്ക് നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? സാന്ദ്രയും ഡോണയും പറഞ്ഞു. ഓഫീസിലെ മറ്റു സ്റ്റാഫുകളെല്ലാം അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പക്ഷേ അവർ പരസ്പരം നിർത്താതെ വഴക്കിടുന്നത് കണ്ട് ഡോണയും സാന്ദ്രയും അവരെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. അതാ സായി സാർ വരുന്നുണ്ട്, ഓഫീസിലെ ഒരു സ്റ്റാഫ് അവരെ നോക്കി വിളിച്ചു പറഞ്ഞു. ഇന്ന് സാറ് ലീവാണെന്നല്ലേ പറഞ്ഞത്, ഡോണ പറഞ്ഞു. അപ്പോഴേക്കും സായി അവിടേക്ക് എത്തി. സായിയെ കണ്ട ഡോണയും സാന്ദ്രയും ആനന്ദും ഡിംപിളും പരിഭ്രാന്തിയോടെ നിന്നു. എല്ലാവരും സായിയെ കണ്ട് പകച്ചു നിൽക്കുന്നത് കണ്ട് സായി അവരെല്ലാവരെയും അന്തം വിട്ടു നോക്കി. എന്തിനാണ് ഇവർ തന്നെ ഇങ്ങനെ നോക്കുന്നതെന്നറിയാതെ. ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അനുരാധയുടെ വരവ് എന്തിനുള്ളതായിരിക്കും? അനുരാധ സായിയുടെ വീട്ടിലേക്കാണോ വരാൻ പോകുന്നത്? അതോ അഞ്ജലിയുടെയും സായിയുടെയും ജീവിതത്തിലേക്ക്, അവരുടെ പ്രണയത്തിലേക്ക് കടന്നു വരുമോ? തുടർഭാഗത്തിനായി കാത്തിരിക്കുക.